കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പ്രഭാത വന്ദനം. കഴിഞ്ഞ ആഴ്ച മുതൽ ഒരു വിലപ്പെട്ട വിഷയം നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിന് ആധാരമായി ഒരു വാക്യം വായിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 9-ാം വാക്യം. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിക്കുവിൻ: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ഈ വാക്യം വായിച്ച് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന വിഷയം അഥവാ ദൈവത്തിൻ്റെ പിതൃത്വം, ദ ഫാദർഹുഡ് ഓഫ് ഗോഡ് എന്ന വിഷയമാണ് നമ്മൾ ഒരുമിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ് 6-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ ആദ്യ 2 വാക്യങ്ങൾ വായിച്ചാൽ കർത്താവിനോട് ശിഷ്യന്മാര് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്നാവശ്യപ്പെട്ടപ്പോഴാണ് ഈ പ്രാർത്ഥന കർത്താവ് പഠിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ പ്രാർത്ഥന പഠിപ്പിക്കുന്ന സമയത്ത് ആരോടാണ് ശിഷ്യന്മാർ പ്രാർത്ഥിക്കേണ്ടതെന്നാണ് ആദ്യം കർത്താവ് പഠിപ്പിക്കുന്നത്. ആരോടാണ് ശിഷ്യന്മാർ, നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കേണ്ടത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ യേശു കർത്താവ് പ്രോത്സാഹിപ്പിക്കുകയാണ്. പുതിയ നിയമം തരുന്ന ഒരു വലിയ ചിന്തയാണ്, ഒരു വലിയ വെളിപ്പാടാണ്. സർവശക്തനായ ദൈവവുമായി വ്യക്തിപരമായ ബന്ധത്തിലേക്ക് ഒരാൾക്ക് നീങ്ങുവാൻ കഴിയും. ആ വ്യക്തിപരമായ ബന്ധം എന്ന് പറഞ്ഞാൽ അപ്പനും മകനും എന്നതുപോലെയുള്ള ഊഷ്മളമായ ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുമെന്ന് പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവ് അത് നമ്മെ പഠിപ്പിക്കുന്നു. എത്രയോ വലിയ ഒരു ചിന്തയാണ്. ലോകത്തിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കുന്നവരുണ്ട്. പലരും ഇതാരോടാണ് പറയുന്നത് എന്ന് പോലും മനസ്സിലാക്കാതെ വാക്കുകൾ ഉരുവിട്ട് ആ നിലയിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്നാൽ വേദപുസ്തകം അങ്ങനെയൊരു പ്രാർത്ഥനയല്ല നമ്മളെ പഠിപ്പിക്കുന്നത്. ദൈവത്തോടാണ് പ്രാർത്ഥിക്കേണ്ടത്. ആ പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നിന്ന് ഉടലെടുക്കേണ്ടതാണ് എന്നതാണ് യേശു പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ പിതൃത്വം പഴയ നിയമത്തിലുള്ള ഭക്തന്മാർക്ക് അവർക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് ഉണ്ടായിരുന്നു എങ്കിലും പുതിയ നിയമത്തിലാണ് അതിൻ്റെ ഒരു പൂർണ്ണ വെളിപ്പാട് യേശു കർത്താവ് നമ്മൾക്ക് തരുന്നത്. കർത്താവിൻ്റെ ജീവിതത്തിലും ശുശ്രൂഷയിലും കർത്താവ് മനുഷ്യർക്ക് മനസ്സിലാകുന്ന നിലയിൽ ദൈവത്തെ പിതാവേ എന്ന് സംബോധന ചെയ്യുകയും പിതാവിനെ അവിടുന്ന് വെളിപ്പെടുത്തുകയുമാണ് ചെയ്തത്. പ്രത്യേകിച്ചും കർത്താവിൻ്റെ 3 വർഷത്തെ പരസ്യ ശുശ്രൂഷ ദൈവവചനത്തിൽ ദൈവമക്കൾ പരിശോധിച്ചാൽ കർത്താവ് ചെയ്തത് മുഴുവനും, സംസാരിച്ചത് മുഴുവനും പിതാവാം ദൈവത്തിൻ്റെ സ്വഭാവത്തെയും ആഗ്രഹങ്ങളെയും മനസ്സിനെയും വെളിപ്പെടുത്തുകയായിരുന്നു. ആ കാര്യം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ കർത്താവ് പിതാവാം ദൈവത്തോട് അവിടുത്തെ ശുശ്രൂഷയുടെ അവസാന ഘട്ടത്തിൽ മഹാപുരോഹിത പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ആ കാര്യം പറയുന്നതായിട്ട് നമ്മൾക്ക് കാണുവാൻ കഴിയും. പിതാവേ, അങ്ങയുടെ നാമത്തെ ഭൂമിയിൽ ഞാൻ അങ്ങ് എനിക്ക് തന്നവർക്ക് വെളിപ്പെടുത്തി എന്ന കാര്യം കർത്താവ് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവിനെ നമ്മൾ ശ്രദ്ധിച്ചാൽ ദൈവത്തിൻ്റെ പിതൃത്വം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കർത്താവ് പിതാവാം ദൈവത്തോട് പ്രാർത്ഥിക്കുകയും പിതാവാം ദൈവത്തിൻ്റെ മകൻ എന്ന നിലയിൽ ഭൂമിയിൽ പൂർണ്ണ അനുസരണത്തോടെ
കർത്താവ് തൻ്റെ ഐഹിക ജീവിതകാലം കഴിച്ചത് നമ്മൾക്ക് കാണുവാൻ കഴിയും. അത് നമുക്കൊരു മോഡലാണ്. ദൈവത്തിൻ്റെ പിതൃത്വം എന്ന വിഷയം നമ്മൾ പിന്നെയും ഈ പ്രഭാതത്തിൽ തുടരുകയാണ്. ഈ ആശയം ദൈവമക്കൾക്ക് മനസ്സിലായാൽ അത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതാണ്. കർത്താവിന് മാത്രമേ പിതാവാം ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ലോകത്തിലുള്ള പലരും ദൈവത്തെക്കുറിച്ച് പറയുന്ന പല ആശയങ്ങളുണ്ട്. അങ്ങനെയാണ്, ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കർത്താവ് പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? യോഹന്നാൻ 14:6, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ വരുന്നില്ല. കർത്താവിന് മാത്രമേ പിതാവാം ദൈവത്തെ മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയത്തുള്ളൂ. കർത്താവ് പിതാവിനെ കുറിച്ച് തരുന്ന വെളിപ്പാടാണ്, അതാണ് ശരിയായ വെളിപ്പാട്. അതിൻ്റെ കാരണം, പിതാവിൻ്റെ ഏകജാതനായ പുത്രൻ എന്ന നിലയിൽ ഇന്നലത്തെ നിത്യത മുതൽ പിതാവാം ദൈവത്തോട് കൂടെയായിരുന്ന കർത്താവ് പിതാവിനെ ശരിക്കും അറിയാം. അതുകൊണ്ട് തന്നെ കർത്താവിന് മാത്രമേ ദൈവത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് എന്നിരിക്കട്ടെ, ആ സ്ഥലത്തേക്ക് പോകാനുള്ള വഴി നമുക്കറിയില്ല. അറിയാതിരിക്കുമ്പോൾ ആരോടെങ്കിലും നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ പലരും വഴി പറഞ്ഞു തരുന്നത് പോലെ അത് ഇടത്തോടെ പോയിട്ട് കുറച്ച് പിന്നെ മുന്നോട്ട് പോയി അതിനുശേഷം വലത്തോട്ട് തിരിഞ്ഞ് ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. പലപ്പോഴും ആ എക്സ്പ്ലനേഷൻസ് ഒക്കെ നമുക്ക് കൺഫ്യൂഷൻ വരുന്നതാണ്. എന്നാൽ നമ്മൾ വഴിക്ക് ചോദിച്ച ആ ആൾ നമ്മുടെ കൂടെ വാഹനത്തിൽ കയറി ഞാൻ അവിടെ കൊണ്ട കാണിക്കാം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ നമുക്ക് ഒരർത്ഥത്തിൽ വഴിയായി തീരുകയാണ്. ഇതുപോലെ തന്നെ പിതാവാം ദൈവത്തെ യഥാർത്ഥമായി അറിയാമെന്ന പുത്രൻ നമുക്ക് വഴിയായി മാറുകയാണ്. അതാണ് യേശു പറഞ്ഞത്, ഞാൻ തന്നെയാണ് വഴി, സത്യം, ജീവൻ, എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ അടുക്കൽ കടന്നു വരുവാൻ സാധ്യമല്ല. എന്നാൽ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, വെറുതെ പിതാവേ എന്ന് വിളിച്ചാൽ ആ ബന്ധം ശരിയാകുന്നില്ല. ക്രിസ്തീയ മതത്തിൽ പെട്ടതുകൊണ്ടും ഓട്ടോമാറ്റിക്കായി അങ്ങനെ ഒരു ബന്ധം വരുന്നില്ല. നമ്മുടെ നാട്ടിലെ ഇപ്പോൾ ഒരു സ്ഥിരം പതിവാണ്, പ്രായമുള്ളവരെ അങ്കിൾ എന്ന് വിളിക്കുന്നു, ആന്റി എന്ന് വിളിക്കുന്നു. അങ്ങനെ രക്തബന്ധം ഉണ്ടായിട്ടല്ല, വിളിക്കാൻ മാന്യതയുള്ള ഒരു വാക്കായതുകൊണ്ട് പ്രായമുള്ളവരെ സംബോധന ചെയ്യാൻ ആ നിലയിൽ ആളുകൾ സംബോധന ചെയ്യുന്നു. അങ്ങനെ വിളിക്കുമ്പോൾ ആ വിളി കേട്ട ആളുകൾ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. എനിക്കറിയാവുന്ന ചിലരെ ഡാഡി എന്നും പപ്പ എന്നും പോലും വിളിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരാ വിളിയൊക്കെ കേൾക്കുന്നുണ്ട്. കാരണം ബഹുമാനത്തോടെ ഒരാൾ സംബോധന ചെയ്യുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഡാഡിയോ പപ്പയോ അങ്കിളോ ആന്റിയോ ആകുന്നില്ല. രക്തബന്ധം അവിടെ ഇല്ല. ഡാഡി എന്നൊരാളെ വിളിക്കുകയാണെന്നിരിക്കട്ടെ, വെറുതെ വിളിക്കുകയാണെങ്കിൽ ആ ഡാഡിയുടെ കാലശേഷം ഈ വിളിച്ച ഈ വ്യക്തിക്ക് തൻ്റെ ഓഹരി വീതിച്ചു കൊടുക്കില്ല. ഓഹരി വീതിച്ചു കൊടുക്കുന്നത് തൻ്റെ വീട്ടിൽ താൻ ജനിപ്പിച്ച മക്കൾക്കാണ്. അപ്പൊ ഇത് നമ്മൾ വളരെ ക്ലിയറായി ദൈവവചനത്തിൽ മനസ്സിലാക്കിയിരിക്കണം. ചിലർ ചിന്തിക്കുന്നത് ഒരു ക്രിസ്തീയ പേരായതുകൊണ്ട്, യേശുക്രിസ്തു ഇങ്ങനെ പഠിപ്പിച്ചത് കൊണ്ടും എനിക്ക് ഇന്ന് തൊട്ട് ദൈവത്തെ പിതാവേ എന്ന് സംബോധന ചെയ്ത് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ പ്രാർത്ഥിക്കാം എന്നാണ് എങ്കിൽ അതല്ല ദൈവവചനം ഉദ്ദേശിക്കുന്നത്. പിതാവേ എന്ന് ദൈവത്തെ വിളിക്കണമെങ്കിൽ പിതാവ് ആ വ്യക്തിയെ ജനിപ്പിച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ സാധാരണ അങ്കിളും ആന്റിയും പപ്പയും ഡാഡിയും എന്നൊക്കെ വിളിച്ചതുപോലെയുള്ളൂ. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ദൈവമക്കളോട് പറഞ്ഞിരുന്നു,
ഇവിടെ പിതാവേ എന്നുള്ളതിന് അരാമ്യ ഭാഷയിൽ കർത്താവ് ഉപയോഗിച്ച പ്രയോഗം അബ്ബ എന്ന പ്രയോഗമാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ ഡാഡി എന്നും പപ്പ എന്നും ഒക്കെ വിളിക്കുന്നത് പോലെ ആ കാലഘട്ടത്തിൽ മക്കൾ അപ്പനെ വിളിച്ചിരുന്ന സ്നേഹത്തോട് സംബോധന ചെയ്ത വാക്കാണ് അബ്ബ എന്നുള്ളത്. അത് ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ പേറ്റർ എന്നൊരു പ്രയോഗമാണ്. എങ്കിലും അന്നത്തെ സംസാര ഭാഷ അബ്ബ എന്ന ഭാഷയാണ്. അതുപോലെ തന്നെ ദൈവവചനത്തിൽ എടുത്തെഴുതിയ ചില വാക്യങ്ങളുണ്ട്. റോമാലേഖനം 8:15 അബ്ബ എന്ന ആ പ്രയോഗം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അതുപോലെ മർക്കോസ് 14:36 ഗലാത്യ ലേഖനം 4:6 ഇവിടെയൊക്കെ അബ്ബ എന്ന ആ പ്രയോഗം അതുപോലെ എടുത്തെഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അബ്ബ എന്നോ പപ്പ എന്നോ ഒക്കെ വിളിക്കണമെങ്കിൽ വെറുതെ വിളിച്ചാൽ സർവശക്തനായ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരത്തില്ല. ദൈവവുമായി വ്യക്തിപരമായ ഒരു ബന്ധം, അതായത് പിതാവാം ദൈവം നമ്മെ ജനിപ്പിച്ചെങ്കിൽ ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് ആ ബന്ധത്തിൽ നിന്ന് അബ്ബാ, എൻ്റെ ഡാഡി എന്ന് വിളിക്കാൻ കഴിയും. അങ്ങനെ ഒരു വലിയ സാധ്യതയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നത്. യേശു കർത്താവ് ആ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. എത്രയോ വലിയ ഒരു കാര്യമാണ് ദൈവമക്കളെ, സർവശക്തനായ ദൈവത്തെ വ്യക്തിപരമായ ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് എൻ്റെ പപ്പായായി എൻ്റെ ദൈവത്തെ എനിക്ക് സംബോധന ചെയ്യാനുള്ള അധികാരം, അവകാശം ദൈവവചനം തരികയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ഭവനത്തിൽ നാം ജനിപ്പിച്ച കുഞ്ഞുങ്ങൾ നമ്മുടെ അടുക്കൽ വന്ന് ഒരു കാര്യം പറയുമ്പോൾ അത് എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയമാണ്. ഊഷ്മളമായ ബന്ധത്തിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ വന്ന് നമ്മോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ അവരുമായി നമ്മൾ പ്രതികരിക്കുന്ന ആ ഒരു അനുഭവം മാതാപിതാക്കളായ നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഇതുപോലെ അല്ലെങ്കിൽ ഇതിനേക്കാൾ വളരെ ആഴത്തിലുള്ള ഒരു ബന്ധം ദൈവം ഓരോ മനുഷ്യരിൽ നിന്നും ആഗ്രഹിക്കുന്നു. അപ്പൻ മകൻ എന്ന ആ ബന്ധം. അങ്ങനെയാണെങ്കിൽ ദൈവം എങ്ങനെയാണ് ആളുകളെ ജനിപ്പിക്കുന്നത് എന്ന കാര്യമാണ് എനിക്ക് അല്പസമയം ബാക്കിയുള്ളത്. ആ വിഷയം പറഞ്ഞാണ് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ ആ ചിന്ത കൊണ്ടുവരാനുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ ഞാൻ ഇവിടെ വായിക്കുകയാണ്. ഇങ്ങനെയാണ് തിരുവെഴുത്ത് പറയുന്നത്: അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. 13-ാം വാക്യത്തിൽ അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. അപ്പൊ ദൈവത്തിൽ നിന്ന് ജനിച്ചവരെയാണ് ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ജനിച്ച ദൈവമക്കളാണ് സർവശക്തനായ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കേണ്ടത്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് യേശു കർത്താവ് അർത്ഥമാക്കുന്നത്. ഈ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-13 വാക്യം അല്പം കൂടെ നമുക്ക് ചുരുക്കമായി ഒന്ന് ശ്രദ്ധിക്കാം. ഇതുവരെയായിട്ടും അങ്ങനെ ഒരു ബന്ധത്തിൽ ദൈവവുമായി താങ്കൾ വന്നിട്ടില്ലെങ്കിൽ ഈ വാക്യങ്ങൾ ഇന്ന് പകൽ നിങ്ങൾക്ക് അനുഗ്രഹവും വിടുതലുമായി മാറട്ടെ. ദൈവത്തെ പിതാവേ എന്ന് വാസ്തവമായി വിളിക്കുവാൻ, അനുഭവത്തിൽ നിന്ന് വിളിക്കാൻ, മക്കളെന്ന നിലയിൽ വിളിക്കുവാൻ ഇന്ന് പകൽ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് കൃപ തരട്ടെ എന്ന് ഞാൻ വാസ്തവമായി പ്രാർത്ഥിക്കുകയാണ്. പള്ളിയിൽ പോയത് കൊണ്ടോ, ഏതെങ്കിലും ഒരു പള്ളിയിൽ ചേർന്നത് കൊണ്ടോ, പേര് മാറ്റിയത് കൊണ്ടോ, കാണിക്ക ഇട്ടത് കൊണ്ടോ, മെഴുകുതിരി കത്തിച്ചത് കൊണ്ടോ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് പുണ്യസ്ഥലത്ത് ചെന്നത് കൊണ്ടോ ഒന്നും ദൈവമക്കളാകുന്നില്ല. അതൊക്കെ മനുഷ്യന്റെ തെറ്റിദ്ധാരണയാണ്. ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന ദൈവത്തിന്റെ പുത്രനായ യേശുക്രിസ്തു അങ്ങനെ അല്ല പഠിപ്പിച്ചത്. ഇതൊക്കെ അറിയാം എന്ന
ചിന്തയിൽ മനുഷ്യൻ തെറ്റും കളവും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് സത്യമായി നിഷ്കളങ്കരായ ആളുകൾ വിശ്വസിച്ച് അവരുടെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് നടക്കുകയാണ്. പലപ്പോഴും ദൈവത്തിന്റെ വചനം എന്താണ് പറയുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കാറില്ല. ദൈവത്തിന്റെ വചനം വാസ്തവമായി ഗൗരവത്തോടെ വായിക്കുന്നവർ എത്ര പേരുണ്ട്? ഞാൻ നിങ്ങളോട് പറയാം, പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ വചനം വായിച്ചാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആന്തരിക കണ്ണുകളെ തുറന്ന് ഈ വളരെ വലിയ വെളിപ്പാടുകൾ കാണുവാൻ തക്കവണ്ണം ദൈവം നമ്മൾക്ക് കൃപ തരും. നോക്ക്, ദൈവമക്കളാകാൻ അതെങ്ങനെയാണ് ആ പ്രോസസ്? ദൈവം എങ്ങനെയാണ് ജനിപ്പിക്കുന്നത്? അതിൽ നമ്മുടെ പങ്കെന്താണ്? ഇവിടെ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുക്കുന്നു. അവനെ എന്ന് പറഞ്ഞാൽ മേൽ പറയുന്ന വാക്യങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ യേശുക്രിസ്തുവിനെയാണ് അവിടെ അവൻ എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വാക്യം ഇങ്ങനെയാണ്: യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും, ഏവർക്കും എന്ന് പറഞ്ഞാൽ ജാതി മതഭേദമന്യേ ഏവർക്കും ദൈവമക്കൾ ആകുവാൻ യേശുക്രിസ്തു അധികാരം കൊടുക്കുന്നു. 3 ക്രിയാപ്രയോഗങ്ങൾ അവിടെയുണ്ട്. കൈക്കൊള്ളുക, വിശ്വസിക്കുക. അങ്ങനെയാണെങ്കിൽ ദൈവമക്കൾ ആകും. കൈക്കൊള്ളുക, വിശ്വസിക്കുക, ആകുക. അതിൻ്റെ ക്രോണോളജിക്കൽ ഓർഡർ ഞാനൊന്ന് പറഞ്ഞാൽ, ആദ്യം വിശ്വസിക്കണം. വിശ്വസിക്കുന്നവരാണ് കർത്താവിനെ കൈക്കൊള്ളുന്നത്. കൈക്കൊള്ളുന്നവരാണ് ദൈവമക്കളായി തീരുന്നത്. എന്താ വിശ്വസിക്കേണ്ടത്? യേശുക്രിസ്തുവിനെയാണ് വിശ്വസിക്കേണ്ടത്. യേശുക്രിസ്തുവിനെ എത്രയോ ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അവരെല്ലാം ദൈവമക്കളാണോ? വിശ്വസിക്കുക എന്ന് ദൈവവചനം പറയുന്നതിന്റെ അർത്ഥം എന്താ? യേശുക്രിസ്തു ആരാണെന്നാണ് വിശ്വസിക്കേണ്ടത്. എന്താണ് യേശുക്രിസ്തുവിനെ കുറിച്ച് വിശ്വസിക്കേണ്ടത്? ഇതാണ് നമ്മൾ പഠിക്കേണ്ട വിഷയം. അല്ലാതെ യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണ് എന്നുള്ള കാര്യം ആർക്കും നിഷേധിക്കാൻ കഴിയത്തില്ല. 2013 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ഈ ലോകത്തിൽ ഉണ്ടായിരുന്നു. അനേകർ യേശുക്രിസ്തുവിനെ ഒരു മത നേതാവായിട്ടും ക്രിസ്ത്യാനികളുടെ ദൈവമായിട്ടും ഒക്കെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിശ്വാസം രക്ഷിക്കുന്ന വിശ്വാസമല്ല. യേശുക്രിസ്തുവിനെ കുറിച്ച് തിരുവെഴുത്ത് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്താണെന്ന് ഗ്രഹിച്ച് അത് വിശ്വസിക്കുമ്പോഴാണ് ദൈവമക്കളാകുന്നത്. വിശ്വസിക്കുക മാത്രമല്ല, അത് ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോൾ ആ വ്യക്തിത്വത്തെ ഞാൻ ഏറ്റെടുക്കുകയാണ്. എൻ്റെ രക്ഷകനായി ഞാൻ ഏറ്റെടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ദൈവമക്കൾ എന്ന പദവിയിലേക്ക് വരുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ പറയട്ടെ, യേശുക്രിസ്തു ആരാണ്? എന്താണ് യേശുക്രിസ്തുവിനെ കുറിച്ച് ഞാൻ വിശ്വസിക്കേണ്ടത്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം 2-ാം വാക്യവും ഞാൻ ആദ്യം വായിക്കാം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. 2 വാക്യങ്ങളിൽ വചനം ആദിയിൽ ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം എന്ന വാക്കുകൊണ്ട് യോഹന്നാൻ എന്ന എഴുത്തുകാരൻ അർത്ഥമാക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു ആദി മുതൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ നിത്യത മുതൽ യേശു ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിന് ഒരാരംഭമില്ല, അവസാനവുമില്ല. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഒരു ചിന്ത വരും, കന്യകാ മറിയമിലല്ലേ യേശു ജനിച്ചത് എന്നുള്ള ചിന്ത. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, കന്യകാ മറിയമിൽ യേശുവിൻ്റെ ജഡയവതാരമാണ്. അതിനു മുൻപ് യേശു ഉണ്ട്. അതാണ് ആദിയിൽ യേശു ഉണ്ടായിരുന്നു. ഇന്നലത്തെ നിത്യതയിൽ ഉണ്ടായിരുന്ന യേശു ദൈവത്തോട് കൂടെയായിരുന്നു. യേശു ദൈവമായിരുന്നു. യേശുവിൻ്റെ ദൈവത്വത്തെ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട 2 വാക്യമാണ്. എന്നിട്ട് 14-ാം വാക്യത്തിൽ വരുമ്പോൾ വചനം, അതായത് യേശുക്രിസ്തു ജഡമായി തീർന്നു.
ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അതാണ് കന്യക മറിയമിൽ നടക്കുന്നത്. കന്യക മറിയമിന്റെ ഉദരം യേശു തൻ്റെ ജഡയവതാരത്തിനാണ് മനുഷ്യത്വത്തിലേക്ക് വരുവാൻ കന്യക മറിയാമന്റെ ഉദരം യേശു എടുക്കുകയാണ്. പക്ഷെ യേശുവിൻ്റെ തുടക്കം അവിടെ അല്ല. ഇത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ വിശ്വസിക്കണം. ഞാൻ പറഞ്ഞതുകൊണ്ടല്ല, ദൈവത്തിന്റെ വചനം അതാണ് പറയുന്നത്. യേശു പൂർണ്ണ ദൈവം, യേശു പൂർണ്ണ മനുഷ്യൻ. അങ്ങനെ വേറെ ഒരാളത്വമില്ല. യേശു ഭൂമിയിൽ ജഡയവതാരം ചെയ്ത് 33 വർഷം ജഡയവതാരത്തിൽ ജീവിച്ച സമയത്തും യേശു ദൈവമാണ്. അങ്ങനെ ഒരു യുണീക്ക് പേഴ്സണാലിറ്റിയാണ്. അങ്ങനെ വേറെ ഒരു വ്യക്തിത്വമില്ല. നോക്ക്, ഇതൊരു പക്ഷെങ്കിൽ നമുക്ക് ദൈവവചനത്തിലൂടെ വെളിപ്പെട്ട ഇതുവരെ കിട്ടിക്കാണില്ല. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ നമ്മൾ വിശ്വസിക്കേണ്ടത് യേശു ക്രിസ്തു കേവലം ഒരു മനുഷ്യനല്ല, കേവലം മറിയയിൽ ജനിച്ച ഒരാളായിട്ട് മാത്രമല്ല, അവിടുന്ന് നിത്യനായ ദൈവമാണ്. ആ ദൈവം മനുഷ്യവേഷത്തിൽ 2013 വർഷങ്ങൾക്ക് മുൻപ് അവിടുന്ന് ഇറങ്ങി വന്നു. എന്തിനു വന്നു? യേശുക്രിസ്തുവിന്റെ നാമം, യേശു എന്ന നാമം അർത്ഥമെന്താ? മത്തായി 1:21-22 നിങ്ങൾ വായിക്കണം. അവൻ അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്ക കൊണ്ട് അവന് യേശു എന്ന പേർ വിളിക്കണം. യേശു എന്ന പേരിന്റെ അർത്ഥം സേവിയർ, രക്ഷകൻ. അങ്ങനെയാണെങ്കിൽ നിത്യതയിൽ എന്നുമുണ്ടായിരുന്ന സർവശക്തനായ കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചത് പാപിയായിരിക്കുന്ന മനുഷ്യനെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയാണ്. മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അകന്നുപോയി അപ്പ എന്ന ദൈവത്തെ വിളിക്കാൻ ഒരു സാധ്യതയുമില്ലാതെ ഇരിക്കുന്ന ഇടത്ത് ദൈവം തന്നെ അതിന് മുൻകൈ എടുത്തുകൊണ്ട് ഈ താണഭൂമിയിൽ മനുഷ്യനായി വന്ന് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി അവൻ അനുഭവിക്കേണ്ട ശിക്ഷ യേശുക്രിസ്തു തൻ്റെ മേലെടുത്ത് കാൽവരി ക്രൂശിൽ പാപത്തിനായി ഒരു യാഗമരണമായി മാറുകയാണ്. പാപത്തിന് പരിഹാരമായി ഒരു യാഗമരണമായി തീരുകയാണ്. ഈ സത്യം വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവം ജനിപ്പിക്കുന്നത്. അത് ഉള്ളിൽ നടക്കുന്ന ഒരു ക്രിയയാണ്. വിശ്വാസം അകത്തല്ലേ സംഭവിക്കുന്നത്. ആ വിശ്വാസം ഹേതുവായി ഈ വ്യക്തിത്വത്തെ ഞാൻ സ്വീകരിക്കുവാൻ തയ്യാറാകുക, അവനെ കൈക്കൊള്ളുവാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവം മക്കളായി തീരുകയാണ്. 3-ാം വാക്യം നിങ്ങൾ വായിച്ചേ, യോഹന്നാൻ 1:3. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. യേശുക്രിസ്തുവാണ് സകലത്തെയും ഉളവാക്കിയവൻ. സൃഷ്ടിതാവാം ദൈവമാണ്. മറിയെ സൃഷ്ടിച്ചതും യോസഫിനെ സൃഷ്ടിച്ചതും സകല മനുഷ്യരെ സൃഷ്ടിച്ചതും സകല പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവാണ്. 4-ാം വാക്യം നിങ്ങൾ വായിച്ചാൽ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. എന്ത് ജീവൻ? സോയെ എന്ന പ്രയോഗമാണ്. നിത്യജീവൻ. ഭൂമിയിൽ ജീവനുള്ള സകല കാര്യങ്ങൾ, ആളുകൾ, സകലത്തിനും ദൈവത്തിൽ നിന്ന് ജീവൻ വേണം. പക്ഷെ യേശുക്രിസ്തുവിന്റെ ഉള്ളിൽ ജീവനുണ്ട്. അവിടുന്നാണ് ജീവന്റെ ഉറവ. ദൈവത്തിന് മാത്രമേ അങ്ങനെ ആയിരിക്കാൻ കഴിയുള്ളൂ. ഇന്നലത്തെ നിത്യത മുതൽ ഉണ്ടായിരുന്ന സകലതും സൃഷ്ടിച്ച അവനിൽ തന്നെ ജീവൻ ഉണ്ടായിരുന്ന സ്വയംഭൂവായിരിക്കുന്ന കർത്താവ് മനുഷ്യവേഷത്തിൽ വന്നു. പൂർണ്ണ ദൈവം, പൂർണ്ണ മനുഷ്യൻ. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകുവാൻ അവൻ അധികാരം കൊടുക്കുന്നു. എന്നിട്ട് 13-ാം വാക്യം അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ്. അവർ രക്തത്തിൽ നിന്നല്ല എന്ന് പറഞ്ഞാൽ മാനുഷികമായി ഒരു കുടുംബത്തിൽ, ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് ദൈവമക്കളാകത്തില്ല. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് ജഡത്തിന്റെ ഇഷ്ടത്താലല്ല,
ഏതെങ്കിലും മതപരമായ ചടങ്ങ് നിമിത്തമല്ല, പിന്നീട് എഴുതിയിരിക്കുന്ന പുരുഷന്റെ ഇഷ്ടത്താലുമല്ല എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മനുഷ്യൻ ഇച്ഛിച്ചത് കൊണ്ടല്ല. പിന്നെ എങ്ങനെയാ? ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. ദൈവത്തിൽ നിന്ന് ജനിച്ച് ദൈവമക്കളാകണമെങ്കിൽ മകൻ മകൾ ആയി തീരുവാൻ ആഗ്രഹിക്കുന്ന ഞാൻ യേശു ആരാണെന്ന് ദൈവവചനത്തിലൂടെ തിരിച്ചറിഞ്ഞ് യേശുവിൽ വിശ്വാസമർപ്പിച്ച് യേശുവിനെ ഏറ്റെടുക്കണം. ഒത്തിരി വിവരിക്കേണ്ട കാര്യമാണെങ്കിലും വളരെ ലളിതമായി നിങ്ങൾക്ക് മനസ്സിലാകുന്ന നിലയിൽ ഈ ദൈവവചനത്തിലെ ആഴമേറിയ വേദശാസ്ത്രപരമായ വിഷയം ഞാൻ നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരികയാണ്. നമ്മുടെ വിഷയം മറക്കരുത്. ദൈവത്തിന്റെ പിതൃത്വം. ദൈവത്തെ പിതാവേ എന്ന് നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ, പിതാവേ എന്ന് ആത്മാർത്ഥമായി അനുഭവ വെളിച്ചത്തിൽ വിളിച്ചു പ്രാർത്ഥിക്കണമെങ്കിൽ ദൈവം നിങ്ങളെ ജനിപ്പിക്കണം. ദൈവം ജനിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വചനം ദൈവത്തിന്റെ കെടാത്ത ബീജമാണ്. ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ കൊണ്ടുവരുമ്പോൾ അത് സ്വീകരിക്കുവാൻ നിങ്ങളൊന്ന് ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുത്താൽ ഈ സെക്കൻഡിൽ ഏറ്റവും വലിയ അത്ഭുതം നടക്കും. നിങ്ങൾ ദൈവമക്കളായി തീരും. ദൈവത്തിന്റെ കുടുംബത്തിൽ നിങ്ങൾ പിറന്നു വീഴും. അങ്ങനെ വീണ്ടും ജനിക്കുന്ന, ദൈവം ജനിപ്പിക്കുന്ന ഒരു മകൻ മകൾ ദൈവം പിതാവായും ഇതുപോലെ ജനിച്ച സകല ആളുകളും സഹോദരിമാരും സഹോദരന്മാരുമായി തീരും. എത്രയോ വലിയ വെളിപ്പാടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഈ ശ്രേഷ്ഠമേറിയ അനുഭവത്തിലേക്ക് വരുവാനും ദൈവത്തെ പിതാവേ എന്ന് അനുഭവിച്ചുകൊണ്ട് വിളിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ കേൾവിക്കാരായ എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാർക്ക് കൃപ തരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡ് നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു.